ആരും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹൗ ടു ആക്ച്വലി ലോക്ക് ഇൻ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഗോൾസ്, എന്നിട്ട് അതിലേക്കുള്ള ആക്ഷൻസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് വെച്ചാണ്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. ആ സിസ്റ്റം നിങ്ങളെ റൂട്ടീനിൽ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ ഒരു എക്സാമ്പിളോട് ഇത് സിമ്പിളായി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു 5 kg വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അത് നിങ്ങളെ ഗോളാണ്. അതിലേക്ക് എത്താനുള്ള ആക്ഷൻസ് മേ ബി ജിമ്മിലേക്ക് പോവുക, അതേപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതായിരിക്കും. അതിന് നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജിമ്മിലേക്ക് പോകുന്നതിന് വീക്കിലി ഒരു 3 to 4 times നിങ്ങൾ ജിമ്മിക്ക് പോകേണ്ടി വരും. 1-2 ദിവസം ചിലപ്പോൾ നിങ്ങൾ കാർഡിയോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളൊരു 120 gram പ്രോട്ടീൻ കഴിക്കേണ്ടി വരും. അതാണ് നിങ്ങളുടെ സിസ്റ്റം. ഇനി ഇതെങ്ങനെ നിങ്ങളെ റൂട്ടീനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീറ്റത് മുതൽ ഉറങ്ങാൻ പോകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ടൈം ഉണ്ടാവുക, ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്ന മീല്, ഏതൊക്കെ മീലിലാണ് നിങ്ങൾ ഈ പ്രോട്ടീൻ ആഡ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ റൂട്ടീൻ സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ഒരു സംഭവം മാത്രം പറഞ്ഞുതരും, നിങ്ങൾക്ക് എല്ലാവർക്കും ഗോൾസ് വേണമെന്നുള്ളത്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും ആരും പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ്, അധികം ആൾക്കാർ എന്ത് പറയും, രാവിലെ നേരത്തെ എണീക്കണമാണ് വലിയ കാര്യം, 5 മണിക്ക് എണീറ്റു 6 മണിക്ക് എണീറ്റു എന്നൊക്കെ പറയും. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നേരത്തെ ഉറങ്ങാൻ പോകലാണ്. നേരത്തെ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നേരത്തെ എണീക്കൽ സിമ്പിളാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, ഡോണ്ട് ചെക്ക് സോഷ്യൽ മീഡിയ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കംപ്ലീറ്റ് റീസെറ്റ് ചെയ്താണ് നമ്മൾ ഫ്രഷ് ചെയ്യാണ്ട് നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ തന്നെ എന്ത് ചെയ്ത് ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമും റീൽസൊക്കെ എടുത്താണ് തോണ്ടരുത്. കാരണം ഇൻസ്റ്റാഗ്രാം ഈസ് ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആൻഡ് വെരി ഫാസ്റ്റ്. നമ്മൾ ആ ഒരു ഫ്രഷ് ആയി നിൽക്കുന്ന ടൈമിൽ നമ്മൾ അത് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കഥയിക്കാരം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം ബ്ലോക്ക് എവറിത്തിങ്. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ റീഡ് ചെയ്യാന്ന് പറയണോ, അല്ലെങ്കിൽ ആരെങ്കിലും റീഡ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ. ഫ്രീ ടൈം കിട്ടുമ്പോൾ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വർക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയോ. ഫ്രീ ടൈം കിട്ടുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയോ. ഇല്ല. നമ്മൾ ഓരോ സംഭവം നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്ന ടൈം ബ്ലോക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ വൈകുന്നേരം 5 മണി തൊട്ട് 7 മണി വരെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കലണ്ടറിലോ അല്ലെങ്കിൽ നമ്മളെ ടു ഡു ലിസ്റ്റിലോ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ആ സംഭവം നമ്മൾ ചെയ്യുള്ളൂ. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ്, ബി ഫിസിക്കലി ആക്റ്റീവ് നോ മാറ്റർ വാട്ട്. നിങ്ങളെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ആയിക്കോട്ടെ, കണ്ടന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ 9 to 5 ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇതിൽ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ബി ഫിസിക്കലി ആക്റ്റീവ് എന്നുള്ളത്. മേ ബി അതിനൊരു പ്രയോറിറ്റി ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവിടെ വലിയ വലിയ ഗോൾസുകൾ വെച്ചാണ്ട് ഫിസിക്കൽ ഗോൾസുകൾ വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ ബീങ് ഫിസിക്കലി ആക്റ്റീവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ സ്ട്രെസ് റെഗുലേറ്റ് ചെയ്യാനായിക്കോട്ടെ, ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ മൊത്തത്തിൽ നമ്മളെ മൂഡും കാര്യങ്ങളും എനർജിയും കാര്യങ്ങളൊക്കെ നല്ല ലെവലിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ, അത് ജിമ്മിൽ പോകണം എന്നല്ല, അത് സ്വിമ്മിങ് ആവാം, റണ്ണിങ് ആവാം, സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കണമാവാം, പക്ഷേ ഫിസിക്കലി ആക്റ്റീവായി നിൽക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ലേണിംഗ് ടു സേ നോ. നമ്മളെ പല റൂട്ടീന് കൊളാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലോ പല ഇൻവിറ്റേഷൻസോ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. അപ്പോൾ ആ സംഭവങ്ങൾ അതിലേക്ക് ഞാനില്ല, എനിക്കിവിടെ ഫോക്കസ് ചെയ്യണം എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Hope this video is helpful for you guys. See you in the next one.